ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ അങ്ങനെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് 5 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോണതാണ്. 10 ഇയർ മുന്നേ ഞാൻ എൻ്റെ അപ്പ അമ്മ അനിയൻ്റെ കൂടെ ഞങ്ങൾ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പോയത് ഞങ്ങളുടെ പഴയ ഒരു കാറിലും. സോ ഇതൊരു വണ്ടർഫുൾ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ ട്രിപ്പായിരുന്നു. ട്രിപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായി. ഞങ്ങളൊരു 8:30 ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങളുടെ ജേണി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. സോ ആക്ച്വലി റോഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഈസി ആയിട്ട് പോയി ഈസി ആയിട്ട് തന്നെ തിരിച്ചു വരാം എന്നുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ പോയത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 135 to 170 കിലോമീറ്റർ ഉണ്ട് കേട്ടോ മൂന്നാറിലേക്ക്. കാരണം വളരെ അടുത്തൊന്നുമല്ല, അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ അനിയനും അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഓടിക്കണതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സോ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു കോർണറിൽ തന്നെ ഒരു വെള്ളച്ചാട്ടം കണ്ടു. അതിനോട് ചേർന്നൊരു ചെറിയൊരു ചായക്കട. സോ അവിടെ നിന്ന് ഒരു ചായ വാങ്ങിച്ച് കുടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഡ്രോണും എടുത്ത് നേരെ ഒരു 5-6 വീഡിയോ ഷോട്ട്സ് എടുത്തു. കാരണം നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ആ ഒരു മൊമെൻറ്റ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജേർണി കൊണ്ട് യാതൊരുവിധ കാര്യമില്ല. കാരണം നമ്മൾ ഒരുപാട് കാശുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടോ നമുക്കൊന്നും കിട്ടാനില്ല. നമ്മുടെ ലൈഫിലെ ഒരു ഹാപ്പി മൊമെൻറ്റ്സ്, നമ്മുടെ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യണ ആ ഒരു മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ട് പോകണ ആ ഒരു ട്രിപ്പ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ എന്നും ഒരു മെമ്മറി ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞങ്ങളുടെ ഈ യാത്രയുടെ മെയിൻ എയിമെന്നും പറയാം. സോ അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുള്ള Insta360 ഞാൻ കാറിൻ്റെ സൈഡിൽ കണക്ട് ചെയ്തതിന് ശേഷം വീണ്ടും എഗെയിൻ ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അന്ന് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ക്യാമറയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അന്ന് ആ ടൈമിൽ ഓണറിൻ്റെ ഏതോ ഒരു ഫോൺ 2013 2014 ഞാൻ പോയതാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് 2025, നൗ ഇറ്റ്സ് ഗോയിങ് ടു 26. സോ 10-12 വർഷത്തോളം ഡിഫറൻസ്. സോ ആ ഒരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യണം. അന്ന് ഞങ്ങൾക്ക് അതിനുള്ള ഫിനാൻഷ്യലി കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല, ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല. സോ ആ ഒരു വൈബിൽ മൊത്തത്തിൽ എൻജോയ് ചെയ്ത് പോർന്നു. പക്ഷെ അന്ന് ഞാൻ പോയ സമയത്ത് എന്ന് പറഞ്ഞാൽ മൂന്നാർ അത്യാവശ്യം നല്ല റോഡ് സൈഡൊക്കെ ഫെൻസും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ കെട്ടി അടിപൊളിയായിരുന്നു. ബട്ട് ഇപ്പം എനിക്കറിയില്ല ആക്ച്വലി ഒരു മണ്ണിടിച്ചിൽ കഴിഞ്ഞ ഒരു ഫീല് കാര്യങ്ങൾ, പിന്നെ റോഡായാലും മൊത്തം കട്ടറ്, മൊത്തം വെള്ളപ്പൊക്കം പോലത്തെ ഒരു ഫീല്. ലൈക്ക് സത്യം പറഞ്ഞൊരു അഡ്വഞ്ചർ പാർക്കിൽ പോയൊരു ഫീലായി പോയിട്ടോ ഇത്തവണ മൂന്നാറിൽ പോയി കഴിഞ്ഞപ്പോൾ. പിന്നെ പോരാത്തതിന് നല്ല മഴ. UAE നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല ചൂടും കാര്യങ്ങളാണ്. ബട്ട് ആ ചൂടിൽ നിന്ന് നാട്ടിലേക്ക് ഈ തണുപ്പത്ത് വന്നു കഴിഞ്ഞപ്പോൾ വാവ്, ഇറ്റ് വാസ് റിയലി അമേസിങ്, മീൻസ് റിയലി അമേസിങ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. കാരണം ഒന്നാമത്തത് ഫ്രണ്ടിൽ നല്ല കോട മീൻസ് എക്സ്ട്രീം ലെവലിലുള്ള കോട. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത്തവണ നാട്ടിലേക്ക് മെയിൻലി പോയത്. സോ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായി. കാരണം നല്ല മഴയും കിട്ടി, അത്യാവശ്യം നല്ല ക്ലൈമറ്റും കിട്ടി, അത്യാവശ്യം ഞങ്ങൾ ട്രാവലിങ് ചെയ്തു. പിന്നെ ഇവിടുത്തെ ട്രാഫിക് എന്ന് പറയുന്നത് എക്സ്ട്രീം ലെവലായിരുന്നു. ഓൾമോസ്റ്റ്ലി ഒരു 3 to 4 hour ട്രാഫിക്കിൽ തന്നെ പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് എന്നാലും ഞങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ജേണി ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതേ കാണാം മലനിരകൾ, തേയിലത്തോട്ടം. ഇത് ക്യാപ്ചർ ചെയ്യണമെന്ന് എനിക്ക് നല്ലൊരു മൈൻഡ് സെറ്റ്. സോ എവിടെയെങ്കിലും ഒരു നല്ല സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വണ്ടി നേരെ പാർക്ക് ചെയ്ത് വീണ്ടും ഡ്രോൺ എടുത്തതേ എൻ്റെ വീഡിയോ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. സോ ആ തേയിലത്തോട്ടം ഡ്രോൺ വ്യൂ അതൊരു അടിപൊളിയായിരിക്കും നമ്മുടെ ലൈഫിൽ. നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാമെന്ന് പറയണത് തന്നെ. അതും നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ആ കിട്ടണ ഒരു സന്തോഷവും സമാധാനവും
ആ ഒരു ഓപ്പൺ സ്പേസും നമുക്ക് വേറെ ഒന്നിലും കിട്ടില്ല. നമ്മൾ അറിയാത്തൊരു സ്ട്രേഞ്ചറിൻ്റെ കൂടെ പോകണതോ അതല്ലെങ്കിൽ നമ്മളൊരു ടൂർ പാക്കേജ് എടുത്ത് പോയി അങ്ങനെ എക്സ്പ്ലോർ ചെയ്യണേലും നല്ലത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മൂമെൻ്റ് എന്ന് പറയുന്നതാണ് ലൈഫിലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എൻജോയബിൾ മൂമെൻ്റ് എന്ന് പറയാം. അങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ മൂന്നാർ ടൗണിലെത്തി. മൂന്നാർ ടൗൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ക്രൗഡഡ് ഏരിയ. കാരണം നമ്മളവിടെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴായാലും നമ്മൾ സൂക്ഷിച്ചും കണ്ടും ഡ്രൈവ് ചെയ്യണം. കാരണം ആൾക്കാർ നടക്കുന്നത് റോഡിൽ കൂടെ ആയിരിക്കും. പിന്നെ ഓട്ടോറിക്ഷകളായാലും ബസ്സുകളായാലും ഒരു എന്താ പറയുക റൂൾസ് റെഗുലേഷൻ പാലിച്ച് പോകുന്ന ഒരു ആൾക്കാരല്ല. കാരണം ഇതെന്ന് പറയുന്നത് മൂന്നാർ ടൗൺ എന്ന് പറയുന്നത് കേരള തമിഴ്നാട് ബോർഡർ. സോ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരുകളും പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരും പിന്നെ അത് ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്ന ആൾക്കാർ അതിന് ഒരുപാട് ആൾക്കാരും കൊണ്ട് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ. സോ നമ്മൾ നോക്കിയും കണ്ടും പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു കോൺസിക്വൻസ് നമ്മൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ മാക്സിമം നോക്കിയും കണ്ടും തന്നെയാണ് നമ്മൾ വണ്ടി കൊണ്ട് പോയത്. പിന്നെ നമ്മുടെ കാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റെഡ് കളറും ഫ്ലാഷ് റെഡ് കളറും അത്യാവശ്യം നല്ല മോഡിഫൈ ചെയ്ത കാറായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നോക്കി വയ്ക്കുകയും നമ്മൾ പോകുമ്പോൾ ഫോട്ടോ എടുക്കുക, അതൊക്കെ സത്യം പറഞ്ഞത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം. ജസ്റ്റ് കേരള തമിഴ്നാട് ബോർഡർ വരെ ഒന്ന് പോയിട്ട് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് തമിഴ്നാടിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയതിനു ശേഷം കുറച്ച് വീഡിയോസ് ക്യാപ്ചർ ചെയ്യാം. ഒരു നല്ല ചൂട് ചോളവും അതിനകത്ത് കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ചോളം കഴിക്കണം. നമ്മുടെ കമ്പം തേനി ഭാഗത്തേക്ക് പോണ ഒരു തമിഴ്നാട് ബസ്. പിന്നെ അതിൻ്റെ പിന്നാലെ ഞങ്ങൾ അങ്ങോട്ട് യാത്ര അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതിൻ്റെ പിന്നാലെ അധികം പോയി നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ തോന്നി, കാരണം കുറച്ച് ക്ഷമ വേണം. പക്ഷേ തമിഴ്നാട് ബസ്സാണ്, പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ അറിയാൻ പാടാത്ത റോഡും കൂടിയാണ്. അവർക്കെന്ന് പറഞ്ഞ് സ്ഥിരം പോണത് ഇതുകൊണ്ട് അവർക്ക് റോഡ് കാര്യങ്ങൾ വണ്ടി അങ്ങനെ വരും, അവിടെ നിന്ന് വരും, ഏതാണ് ഡേഞ്ചർ സോൺ എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് പിന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. അവരുടെ പിന്നാലെ തന്നെ നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അതും ഒരു ചോളവും ഒരു ചായയും കുടിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നേരെ കാണുന്ന ഈ ഒരു സ്പോട്ട്, തേയിലത്തോട്ടം, മല, അടിപൊളി. അതിൻ്റെ അടുത്ത് തന്നെ ഈ ചെറിയ ചെറിയ പെട്ടിക്കടകൾ പോലത്തുള്ള കടകളും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ചായ കുടിച്ച് ഒരു ഫോട്ടോ എടുത്ത് മാക്സിമം വർത്താനം പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമുക്കൊരു ചോളക്കട കിട്ടി. ആ ചോളം കടയിൽ നിന്ന് നമ്മൾ 5 പേർക്കുള്ള ഒരു ചോളം, 5 പേർക്ക് നമ്മൾ ചായയും ഓർഡർ ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. സോ നിങ്ങൾ എപ്പോഴെങ്കിലും യാത്ര പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് മാക്സിമം റിലാക്സ് ആക്കുക. നിങ്ങളൊരു ടെൻഷനോ ബേർഡനോ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും യാത്ര ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും യാത്ര ചെയ്യണത് നിങ്ങളുടെ മൈൻഡ് എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയായിട്ട് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു മൊമെൻ്റായിട്ട് വേണം നിങ്ങളത് എടുക്കാനായിട്ട്. നിങ്ങൾ ക്യാഷ് പോകണത് അയ്യോ എൻ്റെ ഇത്രയും ക്യാഷ് പോയി അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു മൊമെൻ്റ് അല്ല. നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ചെറിയ ചെറിയ ഒരു മൊമെൻറ്റ്സ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ അടിപൊളി ട്രാവൽ ബ്ലോഗ്സ് അങ്ങനെ ഒരുവിധം കാര്യങ്ങൾ എല്ലാവരും ഞാൻ എൻ്റെ ചാനലിൽ
അപ്ഡേറ്റ് ചെയ്യണതായിരിക്കും. സോ കീപ്പ് ഇൻ ടച്ച്.